ഫ്രണ്ട്സ്, നമ്മൾ കുഞ്ഞൂസിനെ കൊണ്ട് ഒരു പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. വേറൊരു പാർക്കിൽ, ഒരു സ്ഥിരമായിട്ട് പോകുന്നൊരു പാർക്കല്ല. ഞങ്ങൾ കുറച്ച് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തപ്പം ഓബ്രിയൻസ് ബ്രിഡ്ജ് വാക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉള്ളൊരു പാർക്കിലാണേ. ഇതൊരു പാർക്കാ. കൊള്ളാം. ഇതൊരു ദിവസം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഡ്രൈവിന് പോയപ്പം ഞങ്ങൾ വന്നതാണ്. അങ്ങനെ പ്ലാൻഡായിട്ട് വന്നതൊന്നുമല്ല കേട്ടോ. കൊള്ളാം. എല്ലാ പാർക്കിലും ഇതുപോലത്തെ പരിപാടികളൊക്കെയാണ്. ഇവിടുത്തെ ലൊക്കേഷനും എല്ലാം നല്ല രസമാണ്. അത് നോക്കി ബാക്കിൽ ഇതൊരു സൺസെറ്റായി കഴിഞ്ഞു. ഏകദേശം 9 മണി കഴിഞ്ഞു ഇവിടുത്തെ. അപ്പം സണ്ണ് സെറ്റായി. അപ്പോൾ ചെറിയ വെട്ടേ ഉള്ളൂ. ലൊക്കേഷനൊക്കെ നല്ല രസമാണ്. ഓക്കെ, കൊള്ളാം. പിന്നെ ഇവിടെ ഓബ്രിയൻസ് ബ്രിഡ്ജ് വാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു റിവർ ഉണ്ട് കേട്ടോ. ഓബ്രിയൻസ് ബ്രിഡ്ജ് റിവർ വാക്ക്. അപ്പം ഈ പാർക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് റിവർ കാണാൻ പറ്റും. ആ പുഴയുണ്ട് നല്ല. ഒത്തിരി ചലഞ്ചസ് ആണ് പിള്ളേർക്ക്. ഇവരുടെ കണ്ടു ഞാൻ കാണിക്കുക. കുഞ്ഞൂസിന് ഇതൊക്കെ കാണിക്കണം വീഡിയോയിൽ. അതിനാണ് കുഞ്ഞൂസ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. കണ്ടോ, ഒരുപാട് ഈ ഹാൻഡ് ലെഗ് കോർഡിനേഷനും എല്ലാം വരുത്താൻ വേണ്ടി പല ടൈപ്പിലുള്ള ചലഞ്ചുകളാണ് ഓരോ സ്ലൈഡിലും. ഓരോന്നും ഇങ്ങനെ കയറുമ്പോൾ അവർക്ക് ഓരോരോ രീതിയിലുള്ള ഇത് കിട്ടുമല്ലോ. കുഞ്ഞൂസ് ഇതെല്ലാം ഓൾറെഡി പുഷ്പം പോലെ കയറും. കാരണം അവൾ കുഞ്ഞിലെ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട്. ഇത് പ്ലേസ് കാണാനാ? ഓക്കെ. ഇനി ഞാൻ റിവർ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ റിവർ കേട്ടോ. ഓബ്രിയൻസ് ബ്രിഡ്ജ് റിവർ വാക്ക്. ആ കാണുന്നതാണ് ബ്രിഡ്ജ് എന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്നതാണ് ബ്രിഡ്ജ് ശരിക്കും. അപ്പോൾ അതിന് കുറുകെ പോകുന്ന റിവറാണ് കേട്ടോ അത്. ഇവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻസും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സമ്മറിലാണ് കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ വിൻ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ തണുപ്പൊക്കെ ആയിരിക്കും. അപ്പം പൊതുവേ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ എൻജോയ് ചെയ്യാറില്ല. ആൾക്കാരങ്ങനെ വരുന്നതായിട്ട് ഞാൻ കാണാറില്ല. പക്ഷെ സമ്മറിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ആൾക്കാർ. കൊള്ളാമല്ലോ. കുഞ്ഞുവിന് വീഡിയോ എടുത്തോളാൻ വയ്യ. അത് കുഞ്ഞൂസ് അവിടെ കയറി സീസോ കളിക്കുവാണേ. വീഡിയോ എടുക്കുക ഡാഡി. കണ്ടോ, കുഞ്ഞൂസിനെ വീഡിയോ എടുക്കുക. തന്നെ കളിക്കുക. എന്തോ കളിക്കുന്നത്? സീസോ. ഓക്കെ, കൊള്ളാം. കാല് വെക്കാനുള്ളതുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെ വേണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ ചെയ്യാം. കൊള്ളാം. അവിടെ അങ്ങനെ ഇരിക്കുന്നതല്ലത്. അതാണ് കൊള്ളാം. ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാ. അപ്പം ചുമ്മാ ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് ഇങ്ങോട്ട് ഡ്രൈവിന് വന്നേ. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല ഇപ്പം. കാരണം 9-9:30 ആയല്ലോ. ഒരു 4 മണി 5 മണിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരൊക്കെ കാണും. പക്ഷേ ഇവിടെ ഇപ്പം വളരെ ഇരുട്ടിയിട്ടാണ് നേരം സന്ധ്യയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോഴും വെട്ടമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. ഈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന അങ്ങനെ സൈഡിലോട്ട് ഇടുന്നു. ഡാഡിക്ക് കാണാം.
ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മയോയിലാണ് കേട്ടോ. മയോയിൽ അനൂപിൻ്റെ 3ാമത്തെ ബേബിയുടെ ബർത്ത്ഡേയും പിന്നെ അവരുടെ ഹൗസ് വാമിങ് കൂടെ ചേർത്തിട്ടുള്ളൊരു പാർട്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് നിൽക്കുന്നത്. അവരുടെ വീട് അവർ വാങ്ങിയപ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ച് കയറിയതേ ഉള്ളായിരുന്നു. അന്ന് അവർ പാർട്ടി നടത്തില്ല. അപ്പോൾ അതിൻ്റെ പാർട്ടിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, 3ാമത്തെ കൊച്ചിൻ്റെ, അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് മയോയിലാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറും 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്നതാണ്. നല്ല സണ്ണി ഡേ ആട്ടോ. അപ്പോൾ നമുക്ക് കയറിയിട്ട് അകത്തെ വിശേഷം നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ പൊയ്ക്കോ, കയറിക്കോ. ഹലോ, എന്നാണ്ട് വിശേഷം? എപ്പോ എത്തി നിങ്ങള്? ഞങ്ങൾ എത്തിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 15 മിനിറ്റ് ആയി. അപ്പൊ നമ്മുടെ ഡാനിയൽ ബ്രോയും സുജിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു നിങ്ങക്ക്? 3 മണിക്കൂർ എടുത്തുണ്ട്. ആ ആ, വണ്ടിയൊക്കെ എടുത്തല്ലേ? സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, അങ്ങോട്ട് വരാമല്ലോ. നമ്മൾ ചോദിച്ചത് അങ്ങോട്ട് വരാമോ? ഓ തീർച്ചയായും. നിങ്ങൾ ഒരു വട്ടം പറഞ്ഞായിരുന്നല്ലോ, പിന്നെ വന്നില്ല, ഇറങ്ങില്ല. അല്ല, അന്ന് എന്തോ നിങ്ങൾ എവിടെ പോവാ? ആ, നമുക്ക് കൂടാ ഒരു ദിവസം, നമുക്ക് എന്തായാലും കൂടാ. ബാ, അകത്തോട്ട് കയറാം. അതെ അതെ അതെ. നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുകയാണ്. ഫാദർ എവിടെ? എല്ലാരും ഓക്കെ. ആ, അത്യാവശ്യം നല്ല ഒത്തിരി ആൾക്കാരുള്ളതാണ് കേട്ടോ. എവിടെയെങ്കിലും ഇരിക്കുന്നു. ഹലോ, എന്നാണ്ട് വിശേഷ? സുഖം. ഫുഡൊക്കെ സെറ്റ് ചെയ്തേക്കും കേട്ടോ, അടിപൊളിയായിട്ട്. ഒരു ഹായ് പറഞ്ഞു. നിങ്ങളെ ഓൾറെഡി പരിചയപ്പെടുത്തിയത്, നമുക്ക് ഹായ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങള് നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം കിടന്നിട്ട് ഞാൻ പക്ഷെ 1 മണിക്കൂർ ഉറങ്ങിയപ്പോൾ ഇച്ചിരി ഫ്രഷായി. പിന്നെ ഞാനിങ്ങ് ഓടിച്ചു. 2 മണിക്കൂർ. ഫ്രണ്ട്സ്, ഇതാണ് ബർത്ത്ഡേ ഡെക്കറേഷൻ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇതാണ് ഡെക്കറേഷൻ. ഫുൾ ജംഗിൾ തീമാന്ന് തോന്നല്ലേ? ജംഗിൾ തീം അല്ലേ? ഡെക്കറേറ്റ് ആണ് ഡെക്കറേറ്റ് ചെയ്ത്. അടിപൊളി കേട്ടോ, നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇത് വെൽക്കം ഹോം അങ്ങനെ എഴുതിയേക്കോ അല്ലേ? ഓക്കെ. ആ, ഹലോ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് അല്ലേ? ജെറോഷ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇങ്ങോട്ടോക്ക് മോനെ, ഇങ്ങോട്ടോക്ക് ഒന്ന് ചിരിച്ചേ. ഇവരെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. അവർ നമ്മളെ പരിചയപ്പെടാൻ വന്നേ. പേര് പറഞ്ഞു, ഓരോരുത്തർ പേര് പറഞ്ഞു. രേണു, അശ്വനി, രഞ്ജിനി. ഓക്കെ, പരിചയപ്പെടാൻ സന്തോഷം. ആ, ഓക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഫ്രണ്ട്സ്, ഇവിടെ ഗാനമേളയാണ് കേട്ടോ. ഗാനമേള, ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗാനമേളയാണ്. ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മഫിൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വെറൈറ്റി ടീ ഉണ്ട് കേട്ടോ. വെറൈറ്റി ടീ
നോക്കി വെറൈറ്റി കളറിലെ. പിന്നെ നമുക്കിവിടെ സലാഡുണ്ട്, പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും സലാഡ്, പല ടൈപ്പിലുള്ള സലാഡുകൾ, പാസ്ത. ഇതെനിക്ക് തോന്നുന്നു ബീഫ് ഫ്രൈ ആണെന്ന് തോന്നുന്നു, ബീഫോ പോർക്കോ. ഇത് ചിക്കൻ ഫ്രൈ, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫും പഴംപൊരിയും കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റൂ, അപ്പം. ഇത് ലൈവാണേ, ലൈവ് അപ്പം. ഇവർ ലൈവായിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ, കേട്ടോ. ലൈവ് അപ്പം ഉണ്ടാക്കുവാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് സല്ലാസ്, പിന്നെ കട്ട്ലറ്റ്, പിള്ളേർക്ക് സോസേജ് ചിപ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പാനിപ്പൂരി കിട്ടും, നല്ല വെറൈറ്റി പാനിപ്പൂരി. പിന്നെ ഇവർക്ക് വെറൈറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അച്ചാറുകൾ വെച്ചിട്ടുണ്ട് ഇവർ. ഞാൻ കാണിച്ചു തരാം, കുറേ അച്ചാറുകൾ. ഇതേതോ ഒരു ഗ്രീൻ വാട്ടറാണ് കേട്ടോ. വെറൈറ്റി അച്ചാർ ഇതാ, നൈസായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പാട്ടൊക്കെ ഇങ്ങനെ റണ്ണിങ് ആയിട്ട്. ലെൻസിയൊക്കെ ഓൾറെഡി കഴിച്ചു, ഞാനിനി ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. കഴിച്ചോ? നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. പകുതി വെച്ചേക്കോണം, ഇനി ബാക്കി അടുത്ത ട്രിപ്പ്. ഏതാ നീ എന്ത് കഴിക്കുന്ന? ടീയോ? ഒന്ന് ദഹിക്കാൻ വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് സൗത്ത് ആൻഡ് നോർത്ത് പാനിപ്പൂരി. ഏതാ സൗത്ത്? ഏതാ ഇത്? സൗത്ത്. സൗത്തിലെന്തോ അച്ചാർ വരുമോ? ഓക്കെ, ഇത് നോർത്ത്. അപ്പം നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. അപ്പം ഞാൻ ഓരോ ഫ്ലേവർ എടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. താങ്ക് യു, താങ്ക് യു. പാനിപ്പൂരി കഴിച്ചായിരുന്നോ നീ? സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്. ഡാൻസ് നോക്കി. ഉത്സവമായി മകൾ തൻ മത്സരമായി. എമ്പാടിച്ചേരെ മുത്തിവാ സുന്ദരിയേ സുന്ദരിയേ. Thank you, thank you.
ഫ്രണ്ട്സ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മയോ ബീറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. മയോ ബീറ്റ്സ് ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, നല്ല ആൾക്കാരാണ്. ഇവർക്ക് മിക്സറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മയോ ബീറ്റ്സിന്റെ ആളിവിടെ വന്നിട്ടുണ്ട്. ബ്രോ, എങ്ങനെയാണ് നിങ്ങളുടെ മയോ ബീറ്റ്സിലേക്കുള്ള യാത്ര? ഇവിടെ മയോ ബീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 2 വർഷം മുമ്പ് പെട്ടെന്ന് ഒരു മൈൻഡിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്ത് ഞങ്ങളൊരു പാട്ട് പരിപാടിയായിട്ട് ഞങ്ങളൊന്ന് തുടങ്ങി വെച്ചതാണ്. ഓക്കെ. അത് ഞങ്ങളൊരു നല്ലൊരു ബാൻഡായിട്ട് ഞങ്ങൾക്കത് കുറെ ഞങ്ങൾക്ക് പിന്നീട് കുറച്ച് പ്രോഗ്രാമുകൾ കിട്ടി. ഞങ്ങള് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പാട്ടൊക്കെ പാടി പോയിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങളെ ബർത്ത്ഡേക്കും ഹൗസ് വാമിങ് അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം വിളിക്കാറുണ്ട്? ബർത്ത്ഡേ പാർട്ടി, ഹോളി കമ്മ്യൂണിന്, ഓക്കെ, ഹൗസ് വാമിങ് അങ്ങനെയുള്ള പരിപാടികൾ എല്ലാം ചെയ്യുന്നു. അങ്ങനെ ഇത് നമ്മുടെ മെയിൻ നമ്മുടെ അധികാലം മുതലുള്ള മാനേജർ. പേര് പറഞ്ഞു, ബ്രോയുടെ പേര് പറഞ്ഞു ഫസ്റ്റ്. എന്റെ പേര് ലിജോ എന്നാണ്. ലിജോ. ബ്രോയുടെ പേര്? എന്റെ പേര് സോനേഷ്. സോനേഷ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്നുവെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 2 hour ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഈസി ആയിട്ട്. സിംഗേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പം നല്ല അടിപൊളി മിക്സറൊക്കെ എടുത്തേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല മിക്സറും കാര്യങ്ങളും സൗണ്ട് സിസ്റ്റം എല്ലാം അപ്ഗ്രേഡ് ചെയ്ത്. അപ്പം മയോയിലൊക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എന്തായാലും കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഞാൻ നമ്പർ കൊടുത്തേക്കാം എന്തായാലും വീഡിയോയിൽ. ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയും കിടിലം പാട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്കാം നമുക്ക്. ഓക്കെ, അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സ്, ഇവിടെ ലാസ്റ്റ് ആയപ്പോ വൈബ് മാറി കേട്ടോ. ഫുൾ ഓൺ വൈബാണ് കേട്ടോ. ഫുൾ DJ 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 DJ